34 സങ്കീർത്തനവും 108 സങ്കീർത്തനവും നാം ചേർത്ത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ നിലയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായ രണ്ട് കാര്യങ്ങൾ അവിടെ കാണുവാൻ സാധിക്കും. 34 സങ്കീർത്തനത്തിൽ നാം കാണുന്നത് മനസ്സ് തകർന്നതായ ഒരു വ്യക്തിയുടെ നിലയും 108 സങ്കീർത്തനത്തിൽ കാണുന്നത് മനസ്സ് ഉറച്ചിരിക്കുന്നതായ ഒരു വ്യക്തിയുടെ സ്ഥിതിയുമാണ്. ഇത് രണ്ടും വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. 108 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യത്തിൽ നാം കാണുന്നത് ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നതാണ്. അങ്ങനെ ഉറച്ചിരിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമ എന്താണ് ചെയ്യുന്നത്? ഞാൻ പാടും, എൻ്റെ മനം കൊണ്ട് ഞാൻ കീർത്തനം പാടും. വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവീൻ, ഞാൻ അധികാലത്തെ ഉണരും. അങ്ങനെ ദാവീദ് രാജാവ് പറയുകയാണ്, എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് പാട്ടുപാടും. മനസ്സുറച്ചിരിക്കുന്നതായ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹകരമായ ഒരു സ്ഥിതിയാണ്. അത് സന്തോഷത്തെ കാണിക്കുന്നതായ ഒരു സ്ഥിതിയാണ്. നല്ല ഉറച്ച മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ അങ്ങനെ സന്തോഷിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിന് തകർച്ചയുണ്ടെങ്കിൽ ആ നിലയിൽ അത്രമാത്രം സന്തോഷിക്കുവാനായിട്ട് സാധിക്കില്ല. ഇവിടെ ദാവീദ് രാജാവ് പറയുന്നത് ഞാൻ അധികാലത്തെ ഉണരുമെന്നാണ്. 108 സങ്കീർത്തനം 2 വാക്യത്തിൽ നാം അതാണ് കാണുന്നത്. ഞാൻ അധികാലത്തെ ഉണരും. ഞാൻ ഉണർന്ന് എന്തു ചെയ്യും? ഞാൻ ദൈവത്തിന് പാട്ടുപാടും. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ കീർത്തനം പാടും. അങ്ങനെ ദൈവത്തിൻ്റെ നാമത്തെ ഞാൻ ഘോഷിക്കും. അതിരാവിലെ ഉണർന്നെഴുന്നേറ്റ് ഈ നിലയിൽ ദൈവനാമത്തെ ഉയർത്തുവാൻ സാധിക്കുന്നത് തീർച്ചയായും ഒരു അനുഗ്രഹമാണ്. അത് നല്ല ഉറച്ച മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ കാലത്ത് അവർ നല്ല ഉറച്ച മനസ്സിൻ്റെ ഉടമകളായിരുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് അധികാലത്തെ ഉണർന്ന് അവർ പാട്ടുപാടുമായിരുന്നു. ഞാൻ ഈ കാര്യങ്ങൾ നന്നായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടുവന്നതായ ഒരു കാര്യം, ഞങ്ങളുടെ ഭവനത്തിൽ അതിരാവിലെ സമയത്ത് തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉണർന്നെഴുന്നേറ്റ് വളരെ ഉച്ചത്തിൽ പാട്ടുപാടുമായിരുന്നു. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ മക്കളായ ഞങ്ങളൊക്കെ എഴുന്നേറ്റ് ഞങ്ങളുടെ ബൈബിളുമായിട്ട് അവിടെ പോയിരിക്കുകയും ഓരോ ദിവസവും ഓരോ സങ്കീർത്തനം ഇങ്ങനെ വായിക്കുമായിരുന്നു. ആ ക്രമം അനുസരിച്ച് ഞങ്ങളെല്ലാവരും ചേർന്ന് 2-3 വാക്യങ്ങൾ വീതം ആ സങ്കീർത്തനം വായിച്ച് അതിനുശേഷം ഞങ്ങളുടെ പ്രിയ പിതാവ് പ്രാർത്ഥിച്ച് അങ്ങനെയാണ് ഒരു ദിവസം ആരംഭിച്ചുകൊണ്ടിരുന്നത്. സന്ധ്യാസമയത്തും ഇതേ കാര്യം തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നതായ ചിന്ത ഇതാണ്: അധികാലത്തെ ഉണർന്നെഴുന്നേറ്റ് പാട്ടുപാടുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? നമ്മുടെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉറച്ച മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ അധികാലത്തെഴുന്നേറ്റ് ദൈവനാമത്തെ ഉയർത്തുവാനും സന്തോഷത്തോടെ പാട്ടുപാടുവാനും സാധിക്കുകയുള്ളൂ. ഞാൻ വിചാരിച്ചിരിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലുള്ള എല്ലാ ക്രിസ്തീയ ഭവനങ്ങളിലും ഇത് ചെയ്യുമായിരുന്നു. കാരണം പഴയ കാലത്ത് ഇതൊരു ജീവിതചര്യയായിരുന്നു എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഈ കാലത്തും നാം അത് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും പഴയ കാലത്തെ ആ ഒരു കാര്യം തീർച്ചയായും വളരെ പ്രത്യേകതയുള്ളതായ ഒരു കാര്യമായിരുന്നു. കാരണം അന്നത്തെ മാതാപിതാക്കൾ വളരെ ഉറച്ച മനസ്സിൻ്റെ ഉടമകളായിരുന്നു. അങ്ങനെ ഉറച്ച മനസ്സിൻ്റെ ഒരു തെളിവായിട്ടാണ് വാസ്തവത്തിൽ ഇവർ അധികാലത്തെഴുന്നേറ്റ് ഉറക്കെ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് നല്ല ഉറച്ച മനസ്സാകേണ്ടത് ആവശ്യമാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ മനസ്സിന് ഉറപ്പില്ലാത്തതായി തീരാറുണ്ട്. പലപ്പോഴും നമ്മുടെ മനസ്സ് തകർന്നിരിക്കുന്നതായ സ്ഥിതിയിലേക്ക് മാറ്റപ്പെടാറുണ്ട്. അങ്ങനെ മനസ്സ് തകർന്നു പോകുന്നതിനെ സംബന്ധിച്ചാണ് നാം 34 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുകയാണ്, 34 സങ്കീർത്തനം 18 വാക്യത്തിൽ, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഈ മനസ്സ് തകർന്നിരിക്കുന്ന ആളിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയാണുള്ളത്? വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ 6 വാക്യമാണ്. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. നോക്കണം, അവിടെ വരുമ്പോൾ ഒരു നിലവിളിയാണ്. തകർന്നിരിക്കുന്ന മനസ്സിൽ നിന്ന് വരുന്നത് നിലവിളിയാണ്. പലപ്പോഴും നമ്മുടെ മനസ്സ് തകരുമ്പോൾ നമുക്ക് അധികാലത്തെഴുന്നേറ്റ് പാട്ടുപാടുന്നതിനേക്കാൾ ഉപരിയായി മനസ്സിൽ നിന്ന് ഉയരുന്നത് നിലവിളിയാണ് എന്നുള്ളത് നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവവചനം പറയുകയാണ്,
അങ്ങനെ മനസ്സ് തകർന്നിരിക്കുന്നവരുടെ ആ മനസ്സിനെ ഉറച്ച നിലയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് എപ്പോഴാണ്? ദൈവസന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോഴാണ്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം അടുത്തു വരുമ്പോൾ ഈ തകർന്നിരിക്കുന്ന മനസ്സിനെ ഉറച്ച മനസ്സാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ എന്നും ദൈവവചനം നമ്മോട് സ്പഷ്ടമായിട്ട് പറയുകയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ആ ഉറപ്പ് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹൃദയം തകർന്നു പോകാം, മനസ്സ് തകർന്നു പോകാം. അപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിയാതെ കരച്ചിലിൻ്റെ അനുഭവം വന്നെന്നിരിക്കാം. അതുമാത്രമല്ല, നമ്മുടെ കാണുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നെഴുതിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മനസ്സ് തകരുന്നതായ സമയത്ത് നമ്മുടെ മുഖമെല്ലാം വാടിപ്പോകാം. നമ്മുടെ മുഖം പഴയതുപോലെയുള്ളതായ ഒരു പ്രസരിപ്പില്ലാതെ ആയിപ്പോകാം. പല വിധത്തിലുള്ള ചിന്താകുലങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ, നമ്മുടെ മനസ്സ് തകരുമ്പോൾ നമ്മുടെ മുഖത്തെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു പോകാം. പ്രിയമുള്ളവരെ, ദൈവവചനം പറയുന്നു, അങ്ങനെയുള്ളവർ കർത്താവിൻ്റെ അരികിലേക്ക് വരുമ്പോൾ കർത്താവ് അവരെ സഹായിക്കുന്നു, അവർക്ക് ധൈര്യം നൽകുന്നു, സന്തോഷം നൽകുന്നു, അവരുടെ ജീവിതത്തിന് ആവശ്യമായ സമാധാനം നൽകുന്നു. അതുകൊണ്ടാണ് നാം വായിക്കുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഇന്ന് രാവിലെ തകർന്ന മനസ്സിൻ്റെ ഉടമകളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവവചനം പറയുന്നു, കർത്താവിൻ്റെ അരികിലേക്ക് വന്നാട്ടെ. കർത്താവ് നിൻ്റെ മനസ്സിനെ ഉറച്ചതാക്കി മാറ്റും, നല്ല ഉറപ്പുള്ള മനസ്സിൻ്റെ ഉടമയാക്കി മാറ്റും. അതികാലത്തെ എഴുന്നേറ്റ് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ, പാട്ടുപാടുവാൻ, സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നാം കർത്താവിൻ്റെ അരികിലേക്ക് വരണം. ഇന്ന് രാവിലെ ആ കർത്താവിൻ്റെ അരികിലേക്ക് നമുക്ക് അടുത്തു വരാം. നമ്മുടെ മനസ്സിൻ്റെ സകല കാര്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ തുറന്ന് വയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നാണ് ദൈവവചനം പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാരം എന്തെല്ലാമായിരുന്നാലും അതെല്ലാം കർത്താവിൻ്റെ മേൽ വെച്ചുകൊണ്ട് നമുക്ക് സ്വതന്ത്രരാകുവാൻ സാധിക്കും. നാം വായിക്കുന്നുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. നമ്മൾ തകർന്ന മനസ്സുമായിട്ടിങ്ങനെ നടന്ന് നമ്മുടെ മുഖമെല്ലാം വാടിയിരുന്ന് നമ്മുടെ ഹൃദയം വിങ്ങിയിരുന്ന് നാം വല്ലാതെ വിഷമിച്ച് നടക്കുവാനായിട്ടല്ല ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദാവീദ് രാജാവ് പറയുന്നത് പോലെ, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഇന്ന് രാവിലെ നമുക്ക് കർത്താവിൻ്റെ അരികിലേക്ക് ചെല്ലാം, നമ്മുടെ സകല കാര്യങ്ങളും കർത്താവിനോട് പറയാം. നമ്മുടെ ഹൃദയം തകർന്നിരിക്കുന്നുവെങ്കിൽ, മനസ്സ് തകർന്നിരിക്കുന്നുവെങ്കിൽ അതിനെ ധൈര്യപ്പെടുത്തുവാൻ, അതിൻ്റെ തകർച്ച മാറ്റുവാൻ, നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ അതികാലത്തെ എഴുന്നേറ്റ് സന്തോഷത്തോടെ പാട്ടുപാടി സന്തോഷിക്കുവാൻ, ദൈവനാമത്തെ ഉയർത്തുവാൻ, നമ്മുടെ സകല ഭാരങ്ങളും പ്രയാസങ്ങളും എല്ലാം കർത്താവിൻ്റെ മേലിട്ടിട്ട് സ്വതന്ത്രരായി നടക്കുവാൻ, സന്തോഷിക്കുവാൻ സാധിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് ദൈവം നമ്മെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാവിലെ ഈ 108-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നത് പോലെ, ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ അധികാലത്തെ എഴുന്നേറ്റ് പാട്ടുപാടുവാൻ നമുക്ക് സാധിക്കണം. രാവിലെയും വൈകുന്നേരവും ഒക്കെ സന്തോഷത്തോടെ മനസ്സ് തുറന്ന് പാട്ടുപാടുവാൻ, ദൈവസന്നിധിയിൽ അടുത്തു വന്ന് സന്തോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നാം ഉറച്ച മനസ്സിൻ്റെ ഉടമകളായിത്തീരുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് അധികാലത്തെ എഴുന്നേറ്റ് പാട്ടുപാടുവാൻ നമുക്ക് സാധിക്കും. രാവിലെ നാം കേട്ടതായ പാട്ടിലെ ചരണങ്ങൾ തീർച്ചയായും അതിന് നമ്മെ സഹായിക്കുന്നവയാണ്. മിഷണറി വര്യനായിരുന്ന വി നാഗൽ സാഹിബ് എഴുതിയ പാട്ടാണല്ലോ നാം രാവിലെ കേട്ടത്, യേശുവെ പോലെ ആകുവാൻ എന്ന് തുടങ്ങുന്നതായ ഗാനം. അതിലെ ഉറപ്പിക്കെന്നെ എന്നാഥ എന്ന് തുടങ്ങുന്നതായ വരികൾ തീർച്ചയായും നാം ഇന്ന് രാവിലെ ധ്യാനിച്ചതായ ഭാഗം തന്നെയാണ്. ആ വരികളൊന്ന് പാടിയിട്ട് ഈ ധ്യാന ചിന്തകൾ അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉറപ്പിക്കെന്നെ എന്നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ, ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാ നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പലപ്പോഴും തകർന്ന മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറാറുണ്ട്.
ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ പല വിധത്തിലുള്ളതായ അനുഭവങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ മനസ്സ് തകർന്നു പോകുന്നു. ഞങ്ങൾ പലപ്പോഴും നിലവിളിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ട്. പലപ്പോഴും കർത്താവെ ഞങ്ങൾ ദുഃഖം അനുഭവിക്കുന്നവരായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കുവാൻ കഴിവുള്ള അവിടുത്തെ സന്നിധിയിലേക്ക് ഇന്ന് രാവിലെ ഞങ്ങൾ അടുത്ത് വരികയാണ്. ദാവീദ് രാജാവ് പറയുന്നത് പോലെ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു എന്ന് പറയുവാൻ തക്കോണം ഞങ്ങളുടെ മനസ്സിനെ അവിടുന്ന് ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി, ഞങ്ങളുടെ നിരാശ മാറ്റി, ജീവിതത്തിൽ ഞങ്ങളെ സന്തോഷമുള്ളവരാക്കി മാറ്റുവാൻ കഴിവുള്ള അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ അടുത്ത് വരികയാണ്. ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം ഇന്ന് രാവിലെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ ഇറക്കി വയ്ക്കുന്നു. ഞങ്ങളെ അവിടുന്ന് ധൈര്യപ്പെടുത്തണമേ കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉറച്ച മനസ്സിൻ്റെ ഉടമകളായിട്ട് അതികാലത്തെ എഴുന്നേറ്റ് അവിടുത്തെ നാമത്തെ ഉയർത്തുവാൻ, സന്തോഷത്തോടെ പാട്ടുപാടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ നിലയിൽ അവിടുന്ന് സഹായിച്ചതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്തു. ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ. അവരെല്ലാവരും ഉറച്ച മനസ്സിൻ്റെ ഉടമകളായി, ദൈവവചനത്തിൽ ഉറപ്പുള്ളവരായി, അടിസ്ഥാനപ്പെട്ടവരായി കർത്താവെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും നല്ല ധൈര്യത്തോടെ ഉറപ്പോടെയും ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് രാവിലെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.